സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേരും. അതിനുശേഷമാകും കോളേജ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതേസമയം ക്യാമ്പസിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന PTA യോഗം തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി AT അശ്വതി ഉണ്ട്. അശ്വതി, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീർപ്പ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അനിശ്ചിതമായി തുടരുകയാണ്. കോളേജ് അടഞ്ഞു കിടക്കുക തന്നെയാണ്. പക്ഷേ ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, കോളേജിൽ ഈ പ്രാക്ടിക്കൽ എക്സാമുകളുടെ ലാബ് എക്സാമുകളുടെ ഒക്കെ സമയമാണ്. ഈ ഒരു സമയത്തെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഈ ഒരു കോളേജ് സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗത്തിനു ശേഷം ഉണ്ടാകുന്ന തീരുമാനം? വിദ്യ കഴിഞ്ഞ 18-ാം തീയതി മുതൽ മഹാരാജാസ് കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. അനിശ്ചിത കാലത്തേക്കാണ് കോളേജ് അടച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കോളേജിന്റെ PTA മീറ്റിംഗ് കൂടിയിരുന്നു. ഈ PTA യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾ കോളേജ് ക്യാമ്പസിനകത്ത് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ID കാർഡ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം തുടങ്ങിയ ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം PTA യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ഈ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ഒരു സമിതിയെ കൂടി വെച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ സമിതിയുടെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോളേജ് ക്യാമ്പസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാവുക. നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ആയിട്ടാണ് ക്ലാസുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ക്ലാസുകൾ അടക്കം മുടങ്ങുന്നുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എത്രയും വേഗം കോളേജ് തുറക്കണം എന്നതാണ് എല്ലാവരുടെയും ആവശ്യം. രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ആവശ്യം. ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് ഉള്ള ചർച്ചകളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു യോഗം കൂടി ചേരുന്നുണ്ട്. അത് നാളെ ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അവരുടെ നിർദ്ദേശങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോളേജ് തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. കാരണം ഇതൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനങ്ങളും അവരുടെ നിലപാടും ഈ വിഷയത്തിൽ നിർണായകമാണ്. മാത്രമല്ല ഈ കേസുകളിൽ കത്തിക്കുത്ത് അടക്കമുള്ള കേസുകളുണ്ട്. അതിൽ അടക്കം വിദ്യാർത്ഥികൾ ഇനിയും പിടിയിലാകാനുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങളാണ്. ഇതിനിടയിൽ തന്നെ പരസ്പരം വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം പഴിചാരുന്ന ഒരു അവസ്ഥയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല ഈ മഹാരാജാസ് ക്യാമ്പസിൽ ഉണ്ടായിരിക്കുന്ന നിലവിലത്തെ വിഷയം. പല സംഘർഷങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 10 ദിവസത്തോളമായിട്ട് ഇത്തരം സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്തരത്തിലായിരിക്കും വിദ്യാർത്ഥി സംഘടനകൾ നിലപാടെടുക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും കോളേജ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതിനെ സംബന്ധിച്ച ചർച്ചകളായിരിക്കും നാളെ ഈ വിഷയത്തിൽ നടക്കുക. വിദ്യ. അശ്വതി, ഇന്നലെ ചേർന്ന PTA യോഗത്തിൽ കടുത്ത തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു തീരുമാനങ്ങളോടൊക്കെ തന്നെ ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘടനകൾ യോജിക്കാനുള്ള സാധ്യതകൾ എത്രമാത്രം നിലനിൽക്കുന്നുണ്ട്? അല്ലെങ്കിൽ അതിന് പ്രത്യേക പെർമിഷൻ വേണം തുടങ്ങിയ കാര്യങ്ങളോട് ഒരുപക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ യോജിപ്പ് പ്രകടിപ്പിച്ചേക്കാം. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ഒരു വലിയ ഒരു സംഘർഷ അന്തരീക്ഷമുണ്ട്. അതിപ്പോഴും ആ സംഘർഷ അന്തരീക്ഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. മാത്രമല്ല സുരക്ഷ കൂടുതൽ ഏർപ്പാടാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി PTA ഭാഗത്തു നിന്നും ഉണ്ട്. ആ സുരക്ഷ ഏർപ്പാടാക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഏർപ്പാടാക്കുമ്പോൾ അത് ഏത് വിധത്തിൽ വേണം എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. അതിനാണ് സമിതി ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കും. നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ആ നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും നിലവിൽ ഒരു പോലീസ് സംരക്ഷണത്തിൽ തന്നെയാണ് ഈ കോളേജ് ക്യാമ്പസ് ഉള്ളത്. ഇതിന്റെ പരിസരത്തൊക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണം ഉണ്ട്. കാരണം ഇതിൽ ഏറ്റവും ഒടുവിൽ നടന്ന സംഘർഷത്തിൽ ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവം നടക്കുന്നത് കോളേജിനകത്തല്ല, കോളേജ് പരിസരത്ത് വെച്ചിട്ടാണ്, ആശുപത്രിയുടെ അടുത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോളേജ് പരിസരവും ഒക്കെ തന്നെ വലിയ സംഘർഷ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കോളേജിനകത്ത് മാത്രമല്ല എല്ലായിടത്തും ഈ ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ നിരീക്ഷണങ്ങളും ശക്തമാക്കേണ്ടത് കൂടിയുണ്ട്. ഇതിനോടും എങ്ങനെ ഈ വിദ്യാർത്ഥി സംഘടനകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും കോളേജ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഇപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പല ആളുകൾക്കും സസ്പെൻഷനുകളും മറ്റും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് കേസുണ്ട്. കോളേജ് പ്രിൻസിപ്പലിനെ ഇവിടെ നിന്നും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിൽ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് കൊച്ചിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു കൊച്ചിയിൽ ഒരു പരിപാടിയിൽ
പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ വെച്ച് ഒരു പക്ഷേ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു പക്ഷേ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതും ഈ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം നമ്മൾ തേടുന്നതായിരിക്കും. എന്തായാലും നിലവിൽ ഇതൊക്കെയാണ്. ഒരു സംഘർഷ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് മഹാരാജാസ് കോളേജിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. വിദ്യ തുടരുക. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേരും. അതിനുശേഷമാകും കോളേജ് തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അതേസമയം ക്യാമ്പസിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന PTA കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത്.